വനം കൊള്ള നടത്തിയിരുന്നവർ ഇന്ന് വനസംരക്ഷകരായ കഥയാണ് വിടിയൽ വനപാതുകാപ്പ് സംഘത്തിന് പറയാനുള്ളത്. തേക്കടി ഉൾപ്പെടുന്ന പെരിയാർ ടൈഗർ റിസർവിന്റെ അതിർത്തി പ്രദേശമായ തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ ഭാഗത്തു നിന്നും വനത്തിൽ പ്രവേശിച്ച് വനം കൊള്ള നടത്തിയിരുന്നവരാണ് വനസംരക്ഷകരായി മാറിയിരിക്കുന്നത്. ഒരു റിപ്പോർട്ട്. അനധികൃതമായി പെരിയാർ വന്യജീവി സങ്കേതത്തിൽ പ്രവേശിച്ച് കഞ്ചാവ് കൃഷി, ആനവേട്ട, ചന്ദനമോഷണം എന്നിവയിൽ ഏർപ്പെട്ടിരുന്ന ഒരു സംഘമുണ്ടായിരുന്നു. ഇവരെ ബോധവൽക്കരിക്കുകയും ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി കുറ്റകൃത്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തതോടെ സ്ഥിരം കുറ്റവാളികളായിരുന്നവർ പെരിയാർ ടൈഗർ റിസർവിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ താൽപര്യം പ്രകടിപ്പിച്ചു. പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറുടെ മുമ്പാകെ ഇവർ ആയുധം വെച്ച് കീഴടങ്ങുകയും ഇവർക്ക് പുതിയ ജീവനോപാധികൾ കണ്ടെത്തുന്നതിനും വനം സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിനുമായി വിടിയൽ വനപാതുകാപ്പ് സംഘം എന്ന പേരിൽ ഒരു സ്വാശ്രയ സംഘം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. വിടിയൽ വനപാതുകാപ്പ് സംഘം പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി ഇവർക്ക് സ്ഥിരമായ ഒരു വരുമാനം കണ്ടെത്തുക എന്നത് വനം വകുപ്പിന്റെ കൂടി ഉത്തരവാദിത്തമായി മാറി. അതിനായി 2 ഇക്കോ ടൂറിസം പ്രോഗ്രാമുകൾ ആരംഭിച്ചു. തമിഴ്നാട്ടിലെ കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പക്ഷി നിരീക്ഷണത്തിനും ചിത്രശലഭങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും സഞ്ചാരികൾക്ക് അവസരമൊരുക്കുന്ന കാളവണ്ടി യാത്ര, ലോവർ ക്യാമ്പിന് സമീപമുള്ള ജലാശയത്തിലെ ഉല്ലാസ സവാരിയുടെ ഭാഗമായുള്ള കൊറാക്കിൾ റൈഡ് എന്നീ പ്രോഗ്രാമുകൾ ആരംഭിക്കുകയും വരുമാനം കണ്ടെത്തുകയും ചെയ്തു. ഏകദേശം 2 വർഷത്തോളം ഇവരെ നമ്മൾ തുടർച്ചയായി നിരീക്ഷിക്കുകയും അങ്ങനെ ഓരോരുത്തരെയായി നമ്മൾ കണ്ട് സംസാരിച്ച് വിശ്വാസ്യതയിലെടുത്ത് നമ്മുടെ വനംവകുപ്പിൻ്റെ ഭാഗമാക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവരുടെ ഈ എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയായി രൂപീകരിക്കുകയും 1 വർഷത്തോളം അവരെ നമ്മൾ പൂർണ്ണമായി വനസംരക്ഷണത്തിന് വിടാതെ അവരെ നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ ജോലി നൽകി അവരെ പ്രവർത്തിപ്പിക്കുകയും 1 വർഷത്തിന് ശേഷം പൂർണ്ണമായി അവരെ ചന്ദന സംരക്ഷണം, അതുപോലെ നമ്മുടെ ടൈഗർ റിസർവിൻ്റെ സംരക്ഷണം തുടങ്ങിയ ജോലികളിൽ ഏർപ്പെടുത്തുകയും ചെയ്തു. തമിഴ്നാട്ടിൽ നിന്നും പെരിയാർ ടൈഗർ റിസർവിലേക്ക് അനധികൃതമായി കടന്നു വന്നിരുന്നവരെ പിടികൂടുന്ന ഒരു വനം സംരക്ഷണ സേനയായും വിടിയൽ വനപാതുകാപ്പ് സംഘം മാറി. 2007 ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി ഇവരെ അംഗീകരിച്ചു. വനം സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന യൂണിഫോംധാരികളായ ശക്തമായ ഒരു വന സംരക്ഷണ സേനയായും ഇവർക്ക് അംഗീകാരം ലഭിച്ചു. ഇന്നിവർ കാടിന്റെ കാവലാളുകൾ മാത്രമല്ല, പെരിയാർ വന്യജീവി സങ്കേതത്തിലെത്തുന്നവരുടെ വഴികാട്ടികൾ കൂടിയാണ്. இந்த மாதிரி ஆனை வேட்டை இதுக்கெல்லாம் போய்க்கிருந்தேன். எங்களை அரெஸ்ட் பண்ணி பிடிச்சி தந்தனா தான் கூடல முடித்தேன். பிடிச்சி அரெஸ்ட் பண்ணி ஒரு வழிக்கு நல்ல வழிக்கு வாங்க, நாங்கள் உங்களுக்கு ஏதாவது சம்பளம் போட்டு தரமுடியே. ஒரு வருஷத்துக்கு மேலாம் சம்பளம் ரொம்ப குறைவாக இருந்தது ஆள். அது பிறகு தான் கொஞ்சம் சம்பளம் கொஞ்சம் கூட்டி கொடுத்து வேறு கொஞ்சம் டெவலப் ஆகிடுச்சு. டெவலப் ஆகி நாங்கள் ஒரு 10, 200, 150 பேர் ஆட்கள் அரெஸ்ட் பண்ணி பிடிச்சோம். பிடிச்சோம்னா சப்போர்ட் அப்போ இருக்குது 5000 ரூபா நல்ல சப்போர்ட்டு தாங்க கூட. எதுக்கு பிடிச்சாலும் ஒரு காரியத்துக்கு கூப்பிட்டா வருவாங்க. இப்போ இருக்காள் அப்போ ஒன்றுக்கு நம்ம கூப்பிட்டா வர எந்த சொல்லிக்கு ஆகுறதில்லை. முதல்ல அகல் சேர்ந்தப்போ ராஜ்புரம் சேர்ந்தார். கூப்பிட்ட சொல்லிக்கு அப்பயே வந்து எங்கள் இன்னாட்டால் வெளியில் உடனே வருவார். இப்போ அதுக்கெல்லாம் வரவே மாட்டாப்புல. இப்போ இருக்க 5000 மாதிரி இல்லை சார். இப்போ வேறு മാറ്റമായിരിക്കും. ഇപ്പോൾ അതാണ് കണക്ക്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടന്നവരാണിവർ. 2 പതിറ്റാണ്ട് കാലമായി ഇവർ വനപാലകരാണ്. അതിനു മുമ്പ് കാട്ടുകൊള്ളക്കാരായിരുന്നു. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ നിന്നും ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്.